അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ നമുക്ക് അയച്ചു തന്നു. എന്തിനാണ് നമ്മളിലേക്ക് ഒരു ദൂതനെ അയച്ചു തന്നത്? യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയാത്തുകളെ നമുക്ക് പാരായണം ചെയ്തു തരുന്നതിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മളോട് അറിയിച്ചു തരാൻ വേണ്ടിയാണ്. ഖുർആനിലെ സന്ദേശങ്ങളെ നമുക്ക് പങ്കുവെച്ചു തരാൻ വേണ്ടിയാണ്. ഖുർആനിക വചനങ്ങളെ നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുകയാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് അശ്ശരീഅത്തുസ് സമാവിയ്യ, വാനലോകത്ത് നിന്ന് അവതരിപ്പിച്ച പവിത്രമായ ശരീഅത്താകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയത് അടിസ്ഥാനപരമായ അൽ മഹജ്ജത്തുൽ ബൈളാ, സമഗ്രമായ പകൽ വെളിച്ചം പോലെ, അല്ലെങ്കിൽ ലൈലുഹാ കനഹാരിഹാ, പകലും രാവും വ്യക്തമാകുന്ന സുപ്രധാനമായ ഒരു ശരീഅത്തിനെ നമുക്ക് നൽകി. ആ ശരീഅത്തിനെ നമുക്ക് നൽകിയത് എന്തിനാണ്? ഇന്ന് ശരീഅത്തിനെ കുറിച്ച് ആർക്കും പ്രാധാന്യമില്ല. ഇപ്പൊ എല്ലാവർക്കും ത്വരീഖത്താണ് പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് പരിപൂർണമായ ഒരു ശരീഅത്ത്. നമ്മുടെ കയ്യിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാകുന്ന, അള്ളാഹു തആല വിധിച്ചതും വിലക്കിയതും വേർതിരിച്ചു പറഞ്ഞു തരുന്ന സമഗ്രമായ ഒരു ശരീഅത്തിനെ നമുക്ക് കൊണ്ടുവന്നു തന്നു. കഴിഞ്ഞുപോയ എല്ലാ ജനസമൂഹങ്ങളിൽ നിന്നും സമ്പൂർണമായ ഒരു ശരീഅത്തിനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സമഗ്രമായ ഒരു ശരീഅത്തിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംറുൽ ഖാലിഖി, സ്രഷ്ടാവായ അല്ലാഹുവിന്റെ കൽപ്പനകളാണ് ശരീഅത്ത്. അടിമ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ അനുഷ്ഠിക്കണം, ഇതെല്ലാം നമ്മളെ അറിയിച്ചു തരുന്ന സമഗ്രമായ ഒരു ശരീഅത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ആ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന പവിത്രമായ സൂക്തങ്ങളെ, യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ഖുർആനിക സൂക്തങ്ങളെ നമുക്ക് പാരായണം ചെയ്തു തന്നു. ആ സൂക്തങ്ങളുടെ ഗൗരവം നമ്മൾ അറിയണം. ഖുർആനിന്റെ ആശയങ്ങളെ നമ്മൾ അറിയുകയും അനുഷ്ഠിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും മനുഷ്യരെയും സംസ്കരിക്കാൻ വേണ്ടി നിയുക്തരായ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ മുഴുവനും ആത്മീയ സംസ്കരണം നിർവഹിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠരായ നേതാവ്. ആ നേതാവ് സമ്പൂർണതയുടെ പര്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ലബിസ്തു ഫീകും ഉംറൻ മിൻ സിനീൻ, 40 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ ഇടയിൽ സമ്പൂർണ്ണ വ്യക്തിത്വമായി ജീവിച്ചു. ആ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യക്തമല്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. ഗുപ്തമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടുകാർക്ക് പ്രശ്നമല്ലെങ്കിൽ പോലും ഒരനാവശ്യത്തിലും ഇടപെട്ടിട്ടില്ല. ഒരു വാദ്യ സംഗീതം പോലും കേട്ടിട്ടില്ല. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 പതിറ്റാണ്ട് ജീവിതത്തിനിടയിൽ ഇങ്ങനെ ആയിരുന്നില്ലേ നിങ്ങളുടെ പാസ്റ്റ് എന്ന് പിൽക്കാലത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു അവ്യക്തതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പഠിക്കാൻ അക്കാലത്തെ ഇസ്ലാം വിരോധികളോട് ക്രൈസ്തവ ലോകം ചോദിച്ചു, അതത്തഹിമൂനഹു ബിൽ കദിബി, പ്രവാചകത്വം പ്രഖ്യാപിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇന്ന് വരെ ആ വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ കളവ് അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ ജീവിതം നയിച്ചു. 40 വർഷത്തിലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവ്യക്തമായ ജീവിതം ഇല്ല, വിവേകമില്ലാത്ത ജീവിതം ഇല്ല, ഏതെങ്കിലും വിഭ്രാന്തിയുള്ള ജീവിതം ഇല്ല. സമ്പൂർണമായ ജീവിതത്തിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വർഷം മനോഹരമായ ജീവിതം മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ നിന്ന് നിയുക്തനായ നബിയാകുന്നു. 23 വർഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗിക ജീവിതം നയിച്ചു. ഈ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലത്തും ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കളവുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവ്യക്തമായ ജീവിതം ഉണ്ടായിട്ടില്ല. നാട് വിട്ടുപോയ ജീവിതം ഉണ്ടായിട്ടില്ല. കാടുകയറിയ ജീവിതം ഉണ്ടായിട്ടില്ല. ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത ജീവിതം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ലോകത്തെ അറിഞ്ഞും അവരുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചും മുന്നോട്ട് പോയി. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ യത്ലൂ അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ആശയങ്ങളും പാരായണം ചെയ്തു കൊടുത്തു. വയുസക്കീഹിം, അവരെ ആത്മീയമായി സംസ്കരിക്കുകയും ചെയ്തു. ചില ആളുകൾ വിചാരിച്ചത് ആത്മസംസ്കരണത്തിന് നാട് വിട്ടാലേ പറ്റുള്ളൂ എന്നാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് ആത്മസംസ്കരണത്തിന് കാടുകയറിയാലേ പറ്റുകയുള്ളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും സമ്പൂർണമായ ജീവിതത്തിൽ നാട് വിട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വന്യമായി പോയ ജീവിതം ഇല്ല. ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ ഹിറാ ഗുഹയിൽ പ്രാരംഭഘട്ടത്തിൽ ഇബാദത്തിൽ കഴിഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുപ്തമായ ഒരു സ്വഭാവവും പ്രകടിപ്പിച്ചിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമ്പൂർണമായ വ്യവസ്ഥിതിയെ നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് വ്യക്തമായ ജീവിതം കാണിച്ചു തന്നു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ ഒരു ശരീഅത്തിനെ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു
ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നു ഞാൻ ഇവിടെ ഇസ്ലാമിനെ പൂർണ്ണമാക്കുകയാണ്. അളവിലും അർത്ഥത്തിലും ഞാൻ പൂർത്തിയാക്കുകയാണ്. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇവിടെ ഞാൻ സമ്പൂർണമാക്കുകയാണ്. സമ്പൂർണമാക്കിയ ദീനിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഏൽപ്പിച്ചു തന്നില്ലയോ? അതേ, തന്നിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് മുഴുവനും പറഞ്ഞപ്പോൾ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, അവരും മുഴുവനും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണം, ഈ വ്യവസ്ഥിതിയെ എത്തിച്ചു കൊടുക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ശരീഅത്താകുന്ന ഇസ്ലാമിനെ മുറുകെ പിടിക്കാനാണ്. ആ ശരീഅത്തിനെ വേണ്ട പോലെ ഏറ്റെടുത്ത മഹാന്മാരാണ് സ്വഹാബ. ആ ശരീഅത്തിനെ വേണ്ട പോലെ എടുത്ത മഹാന്മാരാണ് താബിഈങ്ങൾ. ആ ശരീഅത്തിനെ പഠിച്ച് വേണ്ട വിധത്തിൽ അവതരിപ്പിച്ചവരാണ് അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ. അവര് പരിശുദ്ധമായ ഖുർആൻ നേരെ പഠിച്ചു, ഹദീസ് നേരെ പഠിച്ചു, എന്നിട്ടതിന്റെ ആശയങ്ങളെ പകർന്നു. ആ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തി ഈ ഉമ്മത്തിലെ പൂർണ്ണ മനുഷ്യന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ ശരീഅത്തിനെ വ്യക്തമായി ലോകത്തിന്റെ കയ്യിലേക്ക് കൈമാറി തന്നു. അവരാണ് അൽ അഇമ്മത്തുൽ അർബഅ. ഏതൊരാശയമാണോ സ്വഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറിയത്, ഏതൊരാശയമാണോ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ ഏറ്റുവാങ്ങിയത്, ഏതൊരാശയമാണോ താബിഈങ്ങളിൽ നിന്ന് അയിമ്മത്ത് പകർന്നെടുത്തത്, ആ അയിമ്മത്തിൽ നിന്ന് പരമ്പരയായി ഇന്ന് വരെ എത്തിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അതേ ആശയധാരയിലൂടെ, ആ കർമ്മ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് കേരളത്തിൽ പറയുന്ന പേര് മുസ്ലിയാർ എന്നാണ്. അതിന് മൊയ്ലിയാര് എന്ന് ചിലപ്പം നാട്ടിൽ പ്രയോഗിക്കും, അതുപോലെ മുസ്ലിയാര് എന്ന് വിളിക്കും. ആ മുസ്ലിയാമാര് തന്നെയാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ വാരിസീങ്ങൾ. ചിലര് പറയും അമ്പിയാക്കന്മാരുടെ വാരിസീങ്ങൾ മുസ്ലിയാന്മാരല്ല. ആരോ ഒരാൾക്ക് ബോധം കെട്ടുപോയി, ഞെട്ടി വീണുപോയി എന്ന് പറഞ്ഞു കേട്ടു. മുസ്ലിയാന്മാര് വാരിസീങ്ങളാന്ന് പറഞ്ഞപ്പോഴേക്ക്, പ്രിയമുള്ളവരെ, ശരിയായ വ്യവസ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഏതൊരാശയമാണോ പൂർത്തീകരിച്ചത് അതിനെ പകർന്നെടുത്തവരാണ് സ്വഹാബ. അതിനെ തുടർന്നെടുത്തവരാണ് താബിഈങ്ങൾ. അവരെ പഠിച്ചു കൈമാറ്റം ചെയ്തവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ആ മദ്ഹബിന്റെ ഇമാമുകളുടെ വഴിയിൽ തന്നെ ജീവിച്ചവരാണ് ഹദീസിന്റെ പണ്ഡിതന്മാരായ അൽ അഇമ്മത്തു സിത്ത, 6 മഹാന്മാരായ പണ്ഡിതന്മാർ. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഇമാം ഇബ്നു മാജയും ഇമാം തുർമുദിയും ഇമാം നസായിയും റഹ്മത്തുള്ളാഹി തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അവരെല്ലാവരും അഇമ്മത്തുകൾ മുഴുവനും അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെച്ച ശരീഅത്തിനെ പകർത്തിയെടുത്തവരാണ്. ആ വഴിയിലാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ മുഴുവനും നമ്മെ നയിച്ചത്.
ഇന്ന് വരെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പര. ഉദാഹരണമായി ഞാനൊരു കാര്യം പറയാം. ഈ നാട്ടുകാരനായ ഒരാൾ ഈ പള്ളിയിലെ തങ്ങൾ ഉസ്താദിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ മുദർരിസിനോട് വന്നുകൊണ്ട് നിസ്കാരത്തിന്റെ ഒരു മസ്അല ചോദിക്കുകയാണ്. ആ മസ്അല ചോദിക്കുമ്പോൾ നേരെ ഉസ്താദ് ചിലപ്പോൾ ഫത്ഹുൽ മുഈൻ മറിക്കും. എന്നിട്ട് പറയും, ഇതാ ഫത്ഹുൽ മുഈനിൽ ഉള്ളത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്തോളൂ, ഇതാണ് ശരിയെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, അല്ല, ഈ ഫത്ഹുൽ മുഈൻ എഴുതിയതാരാണ്? ഈ നാട്ടിൽ ജീവിച്ചിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളല്ലേ? കുഞ്ഞിപ്പള്ളിയിൽ ചോമ്പാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂം അവറുകളല്ലേ? അവരാണോ ഇസ്ലാമിന്റെ ആധികാരികമായ റഫറൻസ്? ഒരർത്ഥത്തിൽ അവര് ആധികാരികമായ റഫറൻസ് ആണ്. മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈൻ എഴുതിയത് ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ നോവൽ എഴുതിയതുപോലെ അല്ല, ഏതെങ്കിലും ഒരു കഥാകാരൻ കഥ എഴുതിയതുപോലെയല്ല, അഴീക്കോട് സാറ് ലേഖനം എഴുതിയതുപോലെയല്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അല്ലാമ ഇബ്നു ഹജർ തങ്ങളിൽ നിന്ന് തുഹ്ഫയടക്കം എഴുതിയ, ഇബ്നു ഹജർ തങ്ങളിൽ നിന്നും സമകാലികരായ പണ്ഡിതരിൽ നിന്നും ഇസ്ലാമിക പാരമ്പര്യ ജ്ഞാനത്തെയും പ്രമാണത്തെയും പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഫത്ഹുൽ മുഈൻ. അപ്പോൾ ഒരാൾ വേണമെങ്കിൽ ചോദിക്കും, അല്ല, ഈ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയാണോ, അവരെഴുതിയ ഗ്രന്ഥങ്ങളാണോ ഇസ്ലാമിന്റെ അടിസ്ഥാന അവലംബം? അത് പ്രമാണമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ വ്യാഖ്യാനങ്ങളും ഹദീസ് വിശദീകരണങ്ങളും മുൻഗാമികളായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളും പഠിച്ചപ്പോൾ കർമ്മശാസ്ത്ര വിധികളിൽ അതിമനോഹരമായ ഒരു രചനയുണ്ട്, മിൻഹാജ്. ആ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് തുഹ്ഫ എഴുതിയിട്ടുള്ളത്. മിൻഹാജിന്റെ കർത്താവ് അപ്പോൾ നവവി ഇമാം എന്ന പണ്ഡിതനും അവരെഴുതിയ മിൻഹാജുമാണോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം? അതേ, ശാഫിഈ കർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇമാം നവവി തങ്ങളുടെ ഇരുന്നു. അവിടുന്ന് വലിയ നേതൃത്വമാണ്, ആത്മീയ ജീവിതത്തിന്റെ ഉടമയാണ്, ആധികാരിക വിജ്ഞാനത്തിന്റെ സ്രോതസ്സാണ്. എന്നാലും മഹാനവർകൾ മിൻഹാജ് എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ മുൻഗാമിയായ ഇമാം അപ്പോൾ ചോദ്യവുമാണോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം? അതെ, അതും പ്രമാണങ്ങളെ അവലംബിച്ചെഴുതിയതാണ്. ഇമാമുൽ റാഫിഈ തങ്ങൾ ഗ്രന്ഥം എഴുതുമ്പോൾ മുൻഗാമികളായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് എഴുതിയത്. അതിൽ പ്രധാനപ്പെട്ട അവലംബം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദിൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അസീസ്, വജീസ്, ബസീത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ ചോദിക്കും, ഇമാം ഗസാലി തങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളുമാണോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം? മഹാനവറുകളും ഈ ഗ്രന്ഥങ്ങൾ എഴുതിയത് സ്വന്തം തോന്നിയതിൽ നിന്ന് എഴുതിയതല്ല, അവരുടെ സങ്കല്പത്തിൽ നിന്ന് എഴുതിയതല്ല, അനുമാനത്തിൽ നിന്ന് എഴുതിയതല്ല, ഒരു ലൂസിഡ് ഇന്റർവെലിൽ നാഷണൽ ലിറ്ററേച്ചർ എഴുതും പോലെ എഴുതിയതല്ല. ബഹുമാനപ്പെട്ടവർ എഴുതിയത് അവരുടെ മുൻഗാമിയും ലോകം കണ്ട വിജ്ഞാന കേന്ദ്രവുമായ ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബി വ ദിറായത്തുൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ ചോദിക്കും, ഇമാമുൽ ഹറമൈനി എന്ന പണ്ഡിതനാണോ നിങ്ങളുടെ ദീനിന്റെ സ്രോതസ്? അവര് എണ്ണാൻ പറ്റുന്ന അവലംബം തന്നെയാണ്. പക്ഷേ
മഹാനവറുകൾ ആ ഗ്രന്ഥം എഴുതിയത് സ്വന്തം ചിന്തയിൽ നിന്നും എഴുതിയതല്ല. അവർക്ക് അവലംബമുണ്ട്. അവലംബമേതാണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുവനും അറിവ് കൊണ്ട് നിറച്ച ഇമാമുന ശാഫിഈ തങ്ങളുടെ അൽ ഉമ്മ, അർ റിസാല തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ ഇമാമുന ശാഫിഈ തങ്ങളാണോ നിങ്ങളുടെ അവസാന വാക്ക്? ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഇദാ സ്വഹൽ ഹദീസു ഫദാക മദ്ഹബി. ഞാൻ എൻ്റെ മദ്ഹബിലായി എഴുതിയത് മുഴുവനും സ്വീകാര്യയോഗ്യമായ ഹദീസുകളെ ആശ്രയിച്ചുകൊണ്ടാണ്, ഖുർആനിന്റെ ആശയങ്ങളെ അവലംബിച്ചുകൊണ്ടാണ്. എൻ്റെ വക ഒന്നും എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, അവിടുത്തേക്ക് കിതാബ് ഓതിക്കൊടുത്ത പ്രധാന പണ്ഡിതൻ ആരാണ്? 40 കൊല്ലം മദീനയിൽ ദർസു നടത്തിയ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് അൽ അഹ്സബി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ച പ്രധാന ഗുരുവര്യരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രമുഖ സ്വഹാബിയും രണ്ടാം ഖലീഫയും അതുപോലെ ഈമാനിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ദാർഢ്യതയുള്ള ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്, നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ. അതേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ അറിവ് മുഴുവനും എവിടുന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ വന്ന ഇൽമു മുഴുവനും ഏതാണ്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അപ്പോൾ ഫത്ഹുൽ മുഈനിൽ നിന്ന് പറഞ്ഞു തന്ന മസ്അല അത് വഹയിന്റെ ഭാഗമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവതരിച്ച വഹയിൽ നിന്ന് പകർന്നു വന്ന വിശദീകരണങ്ങളുടെ ഭാഗമാണ് ഫത്ഹുൽ മുഈനിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരുന്ന മസ്അലകൾ, ഫത്വകൾ. ആ ശരീഅത്തും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. നമ്മളുടെ ബാധ്യത എന്താണ്? ഈ ശരീഅത്ത് എന്ന ഇസ്ലാമിന്റെ ക്രമത്തെ പഠിക്കണം. ആ ഇസ്ലാമിന്റെ ക്രമത്തെ നല്ല നിലക്ക് പഠിച്ച് ജീവിതത്തിൽ പകർത്തണം. പകർത്തുമ്പോൾ നിങ്ങൾ നല്ല ചിട്ടയോടെ അതീവ ജാഗ്രതയോടെ കൂടെ നിങ്ങൾ പകർത്തിയാൽ അഖദും ബി അഹ്വതകൽ വറഅ, നീ നല്ല സൂക്ഷ്മാലുവായി ജീവിച്ചാൽ നിനക്കൊരു പേരുകൂടി ആ ചിട്ടയ്ക്ക് ലഭിക്കും. ആ ചിട്ടയുടെ പേരാണ് തസവ്വുഫ്, അല്ലാതെ ജാടയുടെ പേരല്ല തസവ്വുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന ശരീഅത്ത് അത് നല്ല ചിട്ടയോടെ പാലിക്കുമ്പോൾ A+ മാർക്ക് കിട്ടുന്ന ആൾക്ക് പറയുന്ന പേരാണ് സൂഫി എന്ന് പറയുന്നത്. പകർത്തുന്ന ചര്യ ഏതാണ്? അത് ശരീഅത്ത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനീ വ്യവസ്ഥിതി തന്നെയാണ്. നമ്മൾ പകർത്തി ചിട്ടയോടെ ജീവിക്കുമ്പോൾ നല്ല വറഉള്ള ആളാണ്. ഒന്നും മാറിയിട്ടില്ലല്ലോ, ഒന്നും തെറ്റിയിട്ടില്ലല്ലോ, സുന്നത്ത് വീഴ്ച വന്നിട്ടില്ലല്ലോ, ഫർളിന് കോട്ടം വന്നിട്ടില്ലല്ലോ എന്ന ജാഗ്രതയോടെ ജീവിക്കുമ്പോൾ അയാൾ നല്ല ശ്രദ്ധയുള്ള മുഅ്മിനായി മാറി. ശരീഅത്തിനെ അടിതെറ്റാതെ നിലതെറ്റാതെ പാലിക്കുന്ന ആളായപ്പോൾ ഫഖീഹൻ വസൂഫിയൻ വകുല്ലൈസ വാഹിദാ, നീ നല്ലതുപോലെ ശരീഅത്ത് പഠിച്ച് നല്ല ചിട്ടയിൽ നീ പാലിക്കണം.
ശരീഅത്ത് പഠിച്ചു, പാലിക്കാതിരുന്നാൽ ആ പഠിച്ചതിനെന്ത് കാര്യം? കേവലം ചില ഉപചാരങ്ങളും ആചാരങ്ങളും മാത്രമായി ശരീഅത്തിന്റെ കാമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ടെന്ത് കാര്യം? അതുകൊണ്ട് രണ്ടും ചിട്ടയോടെ പാലിക്കണം. അങ്ങനെ വരുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നിട്ട് പോയ മഹത്തായ ജീവിത വ്യവസ്ഥിതി ഇസ്ലാം. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ തസ്കിയത്തിന്റെ വഴി ഏതാണ്? നമ്മൾ സംസ്കരിക്കപ്പെടാനുള്ള വഴി ഏതാണ്? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അപ്പോഴാണ് നമ്മൾ ശരിയായ മുഅ്മിനായി മാറുന്നത്.